സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് സിനിമകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ട്വിസ്റ്റുകളുള്ള ഒരു യൂണിവേഴ്സാണ്. റിഫ മെഹ്നുവിന്റെ മരണത്തിൽ തുടങ്ങി സഫ മെഹനാസ്, ഫസ്മിന സാക്കിർ, ലെല്ലുബി സെബീൽ എന്നിവരിലൂടെ കടന്നുപോകുന്ന ഈ ലൂപ്പ് ഇപ്പോൾ വൻ വിവാദങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പണമാക്കി മാറ്റുന്ന ഈ അവസ്ഥയുടെ ഓരോ വശങ്ങളും നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഈ വലിയ കഥയുടെ തുടക്കം മെഹനാസിന്റെ ആദ്യ ഭാര്യ റിഫ മെഹ്നുവിന്റെ ദുരൂഹമരണത്തിൽ നിന്നാണ്. ദുബായിൽ വെച്ച് റിഫ മരിച്ചപ്പോൾ അത് ആത്മഹത്യയാണെന്ന് പറയപ്പെട്ടെങ്കിലും മെഹനാസിന്റെ ക്രൂരമായ പീഡനമാണ് ഇതിന് കാരണമെന്ന ആരോപണം തുടക്കത്തിലേ ഉണ്ടായിരുന്നു. റിഫയുടെ പഴയ വോയിസ് ക്ലിപ്പുകൾ പ്രകാരം ഒരു ആണിനെ തല്ലുന്നതുപോലെ മെഹനാസ് തന്നെ ഉപദ്രവിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. അടുത്തിടെ കാനഡയിലുള്ള ഒരാൾ റിഫയുടെ ആത്മാവ് തന്നോട് സംസാരിച്ചുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് ഈ കേസിന് പുതിയൊരു മാനം നൽകി. ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്നും മെഹനാസിനെ കൂടാതെ മറ്റ് 2 പേർ കൂടി റൂമിലുണ്ടായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു. എങ്കിലും ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ലാത്തതിനാൽ ഒരു കോൺസ്പിരസി തിയറിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. റിഫയുടെ മരണശേഷം മെഹനാസ് സഫയെ വിവാഹം കഴിച്ചു. സഫയുടെ വസ്ത്രധാരണവും രീതികളും റിഫയെപ്പോലെ തോന്നിച്ചതുകൊണ്ടാണ് മെഹനാസ് തന്നെ വിവാഹം ആലോചിച്ചതെന്ന് സഫ വെളിപ്പെടുത്തുന്നു. എന്നാൽ വൈകാതെ തന്നെ മെഹനാസിന്റെ ക്രൂരമായ സ്വഭാവം പുറത്തുവന്നുവെന്നും ഗർഭിണിയായിരുന്നപ്പോൾ പോലും തന്നെ മർദ്ദിച്ചിരുന്നുവെന്നും സഫ ആരോപിക്കുന്നു. റിഫ അനുഭവിച്ച അതേ വേദനകളിലൂടെയാണ് താനും കടന്നുപോയതെന്ന് സഫ തിരിച്ചറിയുന്നു. മെഹനാസിന് സംശയരോഗമുണ്ടെന്നും ലഹരി ഉപയോഗമുണ്ടെന്നും സഫ തുറന്നു പറഞ്ഞു. കഥ മാറുന്നത് ഒരു വാലന്റൈൻസ് ദിനത്തിലാണ്. തന്റെ ഭാര്യ സഫ ലെല്ലുബിയോടൊപ്പം ഒളിച്ചോടി എന്ന ആരോപണവുമായി മെഹനാസ് രംഗത്തെത്തി. ലെല്ലുബി തന്റെ ഉബർ ഡ്രൈവറായ നാജിയുടെ സുഹൃത്തു മാത്രമാണെന്നും കേസ് കാര്യങ്ങൾ സംസാരിക്കാനാണ് കണ്ടതെന്നുമാണ് സഫയുടെ വാദം. എന്നാൽ സഫയുടെ ഫ്ളാറ്റിൽ ലെല്ലുബിയുടെ ബാഗും ലൈസൻസും വസ്ത്രങ്ങളും കണ്ടെത്തിയതോടെ മെഹനാസ് ഇത് വലിയൊരു അവിഹിത ആരോപണമാക്കി മാറ്റി. സഫ ലെല്ലുവിന് തന്റെ വസ്ത്രങ്ങൾ കുറഞ്ഞ നിലയിലുള്ള സ്നാപ് ചാറ്റുകൾ അയച്ചിരുന്നുവെന്നും ലെല്ലുബി ആരോപിക്കുന്നു. ലെല്ലുബിയുടെ പങ്കാളിയായിരുന്ന ഫസ്മിന സാക്കിർ ഈ ഘട്ടത്തിൽ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി. ലെല്ലുബി തന്നെ വഞ്ചിച്ചുവെന്നും സഫയുമായി അയാൾക്ക് ബന്ധമുണ്ടെന്നും ഫസ്മിന പറഞ്ഞു. താൻ ലെല്ലുവിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചുവെന്നും എന്നാൽ അയാളത് അംഗീകരിക്കാത്തതുകൊണ്ട് അബോർഷൻ ചെയ്യേണ്ടി വന്നുവെന്നും ഫസ്മിന വെളിപ്പെടുത്തി. സ്കാൻ റിപ്പോർട്ടുകൾ പ്രകാരം അത് 5 ആഴ്ച വളർച്ചയുള്ള ഗർഭമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. എന്നാൽ ഈ കുട്ടി തന്റേതല്ലെന്നും ഫസ്മിന തന്നെ ട്രാപ്പിലാക്കിയതാണെന്നുമാണ് ലെല്ലുബി തിരിച്ചടിച്ചത്. ഫസ്മിനയുടെ വിശ്വാസ്യത തകർക്കാൻ ലെല്ലുബി അവളുടെ പേഴ്സണൽ ഡയറിയിലെ വിവരങ്ങൾ പുറത്തുവിട്ടു. ഫസ്മിനയുടെ സഹോദരി പങ്കുവച്ച ഒരു വീഡിയോയിൽ നിന്നാണ് ഈ ഡയറി ലെല്ലുബിക്ക് ലഭിക്കുന്നത്. ഡയറിയിൽ ജവാൻ ആൻഡ് ജോയിന്റ്, ഐപിഎൽ തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നും ഇത് ഫസ്മിനയുടെ ലഹരി ഉപയോഗത്തിനും ജിം ട്രെയിനറുമായുള്ള ബന്ധത്തിനും തെളിവാണെന്നും ലെല്ലുബി ആരോപിച്ചു. എന്നാൽ ഇത് തന്റെ പേഴ്സണൽ കാര്യമാണെന്നും ഇതിന് മറുപടി നൽകേണ്ടതില്ലെന്നുമാണ് ഫസ്മിന ലൈവിൽ പ്രതികരിച്ചത്. ഈ ലൂപ്പിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ആലുവയിൽ വെച്ച് ഉബർ ഡ്രൈവർ നാജി മർദ്ദിക്കപ്പെട്ട സംഭവമാണ്. മെഹനാസും ഫസ്മിനയും ചേർന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ചു എന്ന് നാജി പരാതി നൽകി. ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. എന്നാൽ ഇത് ലെല്ലുബിയും സഫയും ചേർന്ന് മെഹനാസിനെയും ഫസ്മിനയെയും കുടുക്കാനുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്നാണ് ഫസ്മിനയുടെ വാദം. നാജിക്ക് മർദ്ദനമേറ്റിട്ടില്ലെന്നും താൻ അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് പരിക്കുകളൊന്നുമുണ്ടായിരുന്നില്ലെന്നും ഫസ്മിന വീഡിയോ സഹിതം വാദിക്കുന്നു. സംഭവത്തിന് ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ കഥയിൽ മെഹനാസ് അയൽപ്പക്കത്തെ 15 വയസ്സുകാരനായ പയ്യനെ വരെ സ്പൈ പണിക്ക് ഉപയോഗിച്ചു എന്ന ആരോപണവും ഉയർന്നു. സഫയും ലെല്ലുബിയും ഒന്നിച്ചു നിൽക്കുന്ന വീഡിയോ എടുക്കാൻ മെഹനാസ് ഈ കുട്ടിയെ പ്രേരിപ്പിച്ചുവെന്നാണ് പറയുന്നത്. എന്നാൽ ആ കുട്ടി പറയുന്നത് സഫ തന്നെ ഭീഷണിപ്പെടുത്തിയും തല്ലിയുമാണ് മെഹനാസിനെതിരെ മൊഴി പറയിപ്പിച്ചത് എന്നാണ്. ആരാണ് നുണ പറയുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ ലൂപ്പ് സങ്കീർണമായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ റീച്ചിനും പണത്തിനും വേണ്ടി സ്വന്തം ജീവിതം പോലും ഒരു തിരക്കഥയാക്കി മാറ്റുന്ന ഈ അവസ്ഥ ഭയപ്പെടുത്തുന്നതാണ്. റിഫ മെഹ്നുവിന്റെ മരണത്തിലെ സത്യാവസ്ഥ എപ്പോഴെങ്കിലും പുറത്തുവരുമോ, അതോ ഈ ആരോപണങ്ങളിലും അടിപിടി കേസുകളിലും പെട്ട് ആ നീതി മുങ്ങിപ്പോകുമോ? കേരള പോലീസ് ഈ സ്ക്രിപ്റ്റുകൾ പൊളിക്കണമെന്നും ഇതിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നുമാണ് ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ ലൂപ്പിൽ? ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? താഴെ കമന്റ് ചെയ്യുക.